ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സർവകലാശാലകളിലെ VC നിയമനവും കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും ചർച്ചയാകും. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വിവാദങ്ങൾക്കൊടുവിൽ രാജ്ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജേന്ദ്ര അർലേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. സർവകലാശാലയിലെ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. വിവരങ്ങൾ 3.5 മണിക്കൂറിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിൽ എത്തിയത്. മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ഏറെ നാളായി നിലനിൽക്കുന്ന സർവകലാശാല ഭരണ പ്രതിസന്ധികൾ പരിഹരിക്കുക, ഒപ്പം കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്ന ചില ഉൾപോരുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മുഖ്യ പരിഗണന എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇന്നലെ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നത്. ഇതിനു മുമ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ ചാൻസലറെ നേരിട്ട് കണ്ട്, അല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കണ്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ തീരുമാനം എടുത്തത്. കേരള സർവകലാശാലയിൽ ഏകദേശം 20 ദിവസത്തോളമാണ് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വൈസ് ചാൻസലർ വരാതിരുന്നത്. അത് പിന്നീട് വലിയ തരത്തിലുള്ള ഭരണ പ്രതിസന്ധിക്കും മറ്റുമൊക്കെ ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ച സുപ്രധാനമായൊരു വിധി ഉണ്ടായിരുന്നു. ടെക്നിക്കൽ അല്ലെങ്കിൽ സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലും 2 വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള വിധിയായിരുന്നു അത്. നേരത്തെ അവിടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന വൈസ് ചാൻസലർമാരെ ഹൈക്കോടതി ഇടപെട്ട് മാറ്റിയിരുന്നു. അതിന് പകരം നിയമിക്കുന്നതിന് 3 പേരടങ്ങുന്ന ലിസ്റ്റ്, അതായത് 2 സർവകലാശാലകളിലേക്കും താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള പാനൽ തയ്യാറാക്കി സർക്കാർ സമർപ്പിച്ചുവെങ്കിലും അത് ഇതുവരെയായും ഗവർണർ ഒപ്പുവെച്ച് നൽകിയിട്ടില്ല. കാരണം വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന കാര്യത്തിൽ അന്തിമ ഒപ്പ് അല്ലെങ്കിൽ ഒപ്പിടുന്നത് ഗവർണറായ ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. തുടങ്ങി മറ്റ് സർവകലാശാലകളിലും ഈ പ്രതിസന്ധികളുണ്ട്. കണ്ണൂരും കാലിക്കറ്റ് സർവകലാശാലയിലും ഒക്കെ ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മൊത്തം സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളും ഒപ്പം വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ളവ ഇന്ന് ചർച്ചയാകും. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് 2 വിഭാഗത്തിലും മനസ്സിലാകുന്നു. ഒപ്പം മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടൻ തന്നെയാണ് ഇദ്ദേഹത്തെ ഗവർണറെ കാണാൻ തീരുമാനിച്ചത്. എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. ശരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. സർവകലാശാലകളിലെ VC നിയമനവും കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും അടക്കം ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.